الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചത്തിന്റെ അധീപനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമോപദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് മുത്തക്കികളായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ സ്വഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ 5 ഉപദേശങ്ങൾ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആറാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വഅൻഫിഖ് അലാ ഗിയാലിക മിൻ തൂലിക്, നിന്റെ കഴിവനുസരിച്ച് കുടുംബത്തിന് നീ ചെലവിന് കൊടുക്കുക. നിന്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുക എന്നല്ല പറയുന്നത്, നിന്റെ കഴിവനുസരിച്ച് നിന്റെ കുടുംബത്തിന് നീ ചെലവ് ചെയ്യാം. അപ്പൊ അവനവന്റെ സാമ്പത്തികമായ സ്ഥിതിക്കനുസരിച്ചിട്ട് ചെലവാക്കാനാണ് പറഞ്ഞത്. അവിടെ ചെലവിന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അത് കുടുംബത്തിലെ ആളുകളും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. തൻ്റെ ഭർത്താവിൻ്റെ കഴിവനുസരിച്ചുകൊണ്ട് ഭർത്താവിനെ കൊണ്ട് ചെലവാക്കുക എന്നുള്ളതും കുടുംബത്തിലെ ആളുകൾ, ഭാര്യ ഒക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരാളാണ് മനുഷ്യന്. കുടുംബം എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിക്കുവാൻ പ്രേരണ നൽകുന്ന, പ്രവർത്തിക്കുവാൻ കരുത്തു നൽകുന്ന, രക്ഷയും മോക്ഷവുമൊക്കെ പ്രദാനം ചെയ്യുന്ന സവിശേഷ ശക്തികളുടെ സങ്കേതമാണ് ഒരാളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ മഹത്തായൊരു അനുഗ്രഹമാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ തീനാമ്പുകൾ ഉണർത്തുന്ന ചുടുകാറ്റുമേറ്റ് തന്റെ ഇണയുമായി സുഖദുഃഖങ്ങൾ പങ്കുവെക്കാനോ, തന്റെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്ക് ശരിയായ ശിക്ഷണം നൽകാനോ സാധിക്കാതെ ദുരിതം കടിച്ചമർത്തി ജീവിക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾ, കൊടും ചൂടോ തണുപ്പോ ഒന്നും വകവെക്കാതെ മലകളിലും മലയോരങ്ങളിലും ചോര നീരാക്കി വിയർപ്പൊഴിക്കുന്നത്, മഴയും വെയിലുമൊക്കെ കൊണ്ട് അധ്വാനിക്കുന്നത്, റോഡരികിൽ ഫുട്പാത്തുകളിൽ കഠിനാധ്വാനം ചെയ്യുന്നത്, പ്രിയമുള്ളവരെ, കുടുംബമെന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. കുടുംബമെന്ന ചിന്തയാണ് മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ നാണയങ്ങളും ഓരോ പൈസയും അത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെലവാക്കിയാൽ അതിന് സ്വതക്കയുടെ കൂലിണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. അതായത് പ്രിയപ്പെട്ടവരെ, പള്ളിയിലും പാവപ്പെട്ടവനും കൊടുക്കുന്നത് മാത്രമല്ല സ്വതക്ക. അങ്ങനെ ആരും കരുതണ്ട. അത് മാത്രമൊന്നല്ല, തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും, തന്റെ ഭാര്യയ്ക്ക് വസ്ത്രം കൊടുക്കുന്നതും, തന്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നതൊക്കെ, മക്കളെ പോറ്റുന്നതൊക്കെ ധർമ്മമാണ്. അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കുന്ന ഒരു ദീനാറ്, സ്വർണമാകട്ടെ വെള്ളിയാകട്ടെ എന്തുമാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ, ഒരു ദിർഹം, വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ, അടിമ മോചനത്തിന് നീ ചെലവഴിക്കുന്ന ഒരു ദീനാറ്, വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, പാവപ്പെട്ടവനും ഒരു അഗതിക്ക് നീ ധർമ്മം കൊടുക്കുന്ന ദീനാറ്, വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് നീ ചെലവാക്കുന്ന, ചെലവിന് കൊടുക്കാൻ വേണ്ടി നീ എടുക്കുന്ന ആ ദീനാറ്. 4 ദീനാറിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാ, അഅ്ലമുഹാ അജ്റാ, ഈ 4 ദീനാറുകളിൽ ഏറ്റവും പുണ്യമുള്ളതേതെന്നോ, അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, നീ നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കുന്ന ദീനാറു തന്നെയാണ് ഈ 4 ദീനാറിൽ ഏറ്റവും മഹത്വമേറിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയമുള്ളവരെ പഠിപ്പിച്ചിരുന്നു. ഈ നീയത്ത് നമ്മുടെ മനസ്സിൽ, പ്രിയമുള്ളവരെ, കുടുംബത്തിന് ചെലവാക്കുമ്പോൾ ഉണ്ടാവണം. നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെടുമ്പോൾ ഈ ഒരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. വെയിലത്ത് നമ്മൾ കഷ്ടപ്പെടുമ്പോ, മഴ കൊള്ളുമ്പോ, നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ഡ്രാഫ്റ്റ് അയക്കുമ്പോ
മക്കൾക്ക് പലഹാരം വാങ്ങുമ്പോ, കളിക്കോപ്പുകൾ വാങ്ങുമ്പോ ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടോ എങ്കിൽ നമുക്ക് സ്വതക്കയുടെ കൂലിയാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഒരു മനുഷ്യന്റെ ഏതു കർമ്മങ്ങളും അത് നിയ്യത്തനുസരിച്ച് ഉണ്ടാവുക. ആ നിയ്യത്തിനാണ് പ്രതിഫലം ഉള്ളത്. നമ്മൾ ചെലവഴിക്കുമ്പോൾ ആ ഒരു നിയ്യത്തോടു കൂടിയാണ് ചെലവഴിക്കുന്നതെങ്കിൽ അതിന് സ്വതക്കയുടെ കൂലിയുണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നത്. മഹാനായ അബൂ മസ്ഊദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇദാ അൻഫഖ അർ-റജുലു അലാ അഹ്ലിഹി യഹ്തസിബുഹാ ഫഹുവ ലഹു സദഖ. ഏതെങ്കിലും മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ചെലവിന് അയച്ചു കൊടുക്കുന്നത്, തന്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നത്, വഹുവ യഹ്തസിബുഹാ, ആ സമയത്തതാ അതിലൂടെ അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് കൂലി കിട്ടണമെന്ന നിയ്യത്തിലാണെങ്കിൽ ഫഹിയ ലഹു സദഖ, അതവന് ധർമ്മമാണ്, അതവന് സ്വതക്കയുടെ പ്രതിഫലാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നക മഹ്മാ അൻഫഖത മിൻ നഫഖത്തിൻ ഫഇന്നഹാ സദഖ. നീ നിന്റെ കുടുംബത്തിന് എന്ത് ചെലവഴിച്ചാലും, എന്തൊന്ന് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവാക്കിയാലും അതൊക്കെ നിനക്കെന്താണ്? അതൊക്കെ നിനക്ക് ധർമ്മമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന് ഉദാഹരണം പഠിപ്പിച്ചത് ഏതുപോലും എന്നറിയും. എന്ത് നീ ചെലവഴിച്ചാലും സ്വതക്കയാണ്, ഏതുപോലും. ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം നീ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലും നിനക്ക് സ്വതക്കയാണ്. പ്രിയപ്പെട്ടവരെ, തീന്മേശയിൽ നമുക്ക് അതിന് സാധിക്കണം ഈ കൂലി വാങ്ങാൻ. ഇതൊന്നും ഇന്ന് പല കുടുംബത്തിലും പ്രിയമുള്ളവരെ നടക്കണില്ല. എല്ലാവരും ഒറ്റക്കൊറ്റക്കാ ഭക്ഷണം കഴിക്കുന്നത്. പല പ്രതിഫലങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പോലും വലിയ പുണ്യമായിട്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പല ഭാര്യ ഭർത്താക്കന്മാർക്കും കുടുംബങ്ങൾക്കും മക്കൾക്കൊന്നും ഇതിന് സമയമല്ല. എല്ലാവരും വീട്ടിലുണ്ടെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഇന്ന് പല കുടുംബത്തിലും കാണുന്നില്ല. പല ആളുകളും പ്രിയമുള്ളവരെ തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞിട്ട് കുടുംബത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ആളുകളുണ്ട്. മക്കൾക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്കുകൾ അവതരിപ്പിച്ച് കുടുംബത്തെ ചടപ്പിക്കുന്ന ആളുകളുണ്ട്. മക്കളെ പരിഹസിക്ക കണക്ക് പറഞ്ഞിട്ട്, അല്ലെ ഞാൻ എനിക്ക് എത്ര തന്നില്ലേ, അല്ലെ എന്റെ ചെലവ് ഞാനില്ല, എന്റെ പഠനത്തിന് വേണ്ടി ഞാൻ അത്ര ചെലവാക്കില്ല, എങ്ങോട്ടും എന്താ എനിക്കല്ലേ ഒരു ആ നിലക്കൊക്കെ മക്കളെ വളരെ മോശമായിക്കൊണ്ട് മക്കളെ എന്ത് ചെയ്യാണ്, ചെലവാക്കിയ കണക്ക് പറഞ്ഞിട്ട് ഉപദ്രവിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പലരും കുടുംബത്തെ തിരിഞ്ഞു നോക്കണില്ല. മാതാപിതാക്കളെ പോലും അവഗണിക്കാണ് പല ആളുകളും. ചില മുസ്ലിം പേരുള്ള ആളുകള് കുടുംബം നോക്കാതെ, മക്കളെ പരിഗണിക്കാതെ പ്രബോധനത്തിന്റെ പേരും പറഞ്ഞ് മാസങ്ങളോളം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്, ദഅവത്തിന്റെ പേരും പറഞ്ഞിട്ട്. ഒരിക്കല് അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തൊരു അടിമയുണ്ടായിരുന്നു. അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടൊരു മാസം ആ പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി അയാൾ തീരുമാനിക്കുകയാണ്. ഒരു മാസം പള്ളിയിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് അംറു ഇബ്നുൽ ആസ് അടിമയോട് ചോദിക്കുന്നുണ്ട്, തറക്തു ലി അഹ്ലിക് മാ യകൂതുഹും ഹാദാ ശഹരിക്. ഒരു മാസം നിങ്ങൾ ഈ ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് നിൽക്കണോ, ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണോ ചോദിച്ചു. അദ്ദേഹം ചോദിക്കുകയാണ്, കുടുംബത്തിന് കൂത്തുകൊടുക്കാൻ അഥവാ ചെലവിന് നൽകാൻ നിന്റെ കുടുംബത്തിൽ നീ വല്ലതും കരുതിയിട്ടുണ്ടോന്ന് ചോദിച്ചു. ഒരു മാസക്കാലം ആ കുടുംബത്തിന് കഴിക്കാനുള്ള വല്ലതും നീ കരുതിയിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണില്ല, ഇല്ല ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അംറു ഇബ്നുൽ ആസ് പറയാണ്, ഫർജിഅ ഇലാ അഹ്ലിക്, നീ നിന്റെ കുടുംബത്തിലേക്ക് തന്നെ പോണം എന്ന് പറഞ്ഞു. കുടുംബത്തിലേക്ക് മടങ്ങിപ്പോ, കുടുംബത്തിലേക്ക് മടങ്ങി ചെന്നിട്ട് എന്നിട്ട് ഒരു മാസത്തേക്ക് അവർക്ക് കൂത്ത് അഥവാ ഉപജീവനം ഒരുക്കിയിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. വീട്ടിലേക്ക് പറഞ്ഞേക്കാണ്. വന്നതെന്തിനാ?
അള്ളാന്റെ പള്ളിയിൽ പ്രിയമുള്ളവരെ ഇഅ്തികാഫിരിക്കാൻ വരികയാണ്. ഒരു മാസം പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി വന്നതാണ്. നേരെ പറഞ്ഞേക്കാ വീട്ടിൽ, കുടുംബത്തിന് ആദ്യം ചെലവിന്റെ കാര്യം നോക്കുന്നു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മ അയ്യുളയ്യ മയ്യകൂത്ത്. താൻ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരായവരെ അഥവാ കൂത്ത് കൊടുക്കാൻ ബാധ്യസ്ഥരായവർക്ക് അത് കൊടുക്കാതിരിക്കാന്നുള്ളത്, ചെലവഴിക്കാതിരിക്കാന്നുള്ളത് അതൊരു ഇസ്മാണ്, ഒരു മനുഷ്യന് പാപമാണ്, ശിക്ഷാർഹാണ്. അത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അംർ ഇബ്നുൽ ആസ് ഈ അടിമയോട് പറഞ്ഞത് പ്രിയമുള്ളവരെ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മുറുകെ പിടിക്കലേ. മഹാനായ ഈ സ്വഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 6 ഉപദേശങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഈ 6 ഉപദേശങ്ങളും പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് കൃത്യമായി മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തെ നമ്മൾ പരിഗണിക്കണം. തൻ്റെ ഭാര്യയോടും മക്കളോടൊക്കെ സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം. പല ഭാര്യമാർക്കുള്ള പരാതി തരങ്ങൾ, ഭർത്താവിനെ ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ കിട്ടൂല എന്ന്. മക്കളോടൊന്ന് സംസാരിക്കാൻ ബാപ്പാക്ക് സമയമില്ലാന്ന്. നമ്മളതിന് സമയം കണ്ടെത്തണം. മക്കളുമായിട്ട് നല്ല അടുപ്പങ്ങൾ ഉണ്ടാവണം. മക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഭാര്യയുമായി കൊണ്ടെന്ത് ചെയ്യണം, സംസാരിക്കണം. മുഷാവറ എന്നുള്ളത് ഒരു കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഷാവറ, കൂടിയാലോചനകൾ. അതില്ലാതെക്കുമ്പോഴാണ് പല കുടുംബത്തിലും പ്രിയമുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസം ഉണ്ടാകുന്നത്. ഭാര്യയ്ക്ക് കുറെ തിന്നാൻ കൊടുക്കലും വസ്ത്രം വാങ്ങിക്കൊടുക്കലും എന്നല്ല ഭാര്യയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. ഭാര്യയുമായിട്ട് അടുപ്പുണ്ടാവണം. നല്ല അവർക്ക് വേണ്ടി കുറച്ച് സമയങ്ങൾ മാറ്റിവെച്ച് അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനും അത് പരിഹരിക്കാനൊക്കെ ഭർത്താവിനെ കൊണ്ട് സാധിക്കണം. ആ നിലയ്ക്ക് പ്രിയമുള്ളവരെ കുടുംബത്തിൽ നമ്മൾ ഇടപെടുക, നമ്മുടെ കുടുംബത്തിന് നമ്മൾ ചെലവഴിക്കുക. ഉള്ളതിൽ നിന്ന് ചെലവഴിക്കാനാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അത് സ്വതക്കയാണ്. ഉള്ളതിൽ നിന്ന് ചെലവാക്കുക. ഇല്ലാതെ ഒരാളെന്ത് ചെയ്യണ്ട. ഇല്ലാത്തൊരാള് അയാള് വളരെ കടം വാങ്ങി കഷ്ടപ്പെട്ട അയാളെ കുടുംബത്തെ ചെലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാരും മനസ്സിലാക്കണം. ആ കുടുംബത്തിലെ ആ ഭാര്യ മനസ്സിലാക്കണം തന്റെ ഭർത്താവിന്റെ കഴിവതാണെന്നും ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ സാധിക്കുള്ളൂ എന്നുള്ളത് ഭാര്യ മനസ്സിലാക്കി തന്റെ ഭർത്താവിന്റെ കഴിവനുസരിച്ച് ചെലവാക്കിക്കാനും ആർക്ക് സാധിക്കണം, ഒരു ഭാര്യക്ക് പറ്റണം. അപ്പോഴാണ് ആ കുടുംബത്തില് ശാന്തിയും സമാധാന ഐശ്വര്യമൊക്കെ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെലവഴിക്കുന്ന എന്തിനും അള്ളാഹു ആ നിലക്കുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ചെലവഴിക്കുമ്പോൾ ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിന് സ്വതക്കയുടെ കൂലിയാണ് എന്ന നല്ലൊരു നിയ്യത്തിൽ, അതെന്ത് ഒരു ചെറിയ നിസ്സാരമായൊരു സാധനം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ പോലും അതിന് സ്വതക്കയുടെ കൂലിയുണ്ടെന്ന ആ ഒരു നിയ്യത്തിൽ വാങ്ങി അത് കുടുംബത്തിന് കൊടുക്കാൻ പറ്റുക. അള്ളാഹു ആ നിലക്ക് ഇടപെടുന്ന വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും സാനി ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മഹാനായ സ്വഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറ്റൊരു ഉപദേശമാണ് വഇദാ അസാബന്നാസ് മൗത്തുൻ വഅൻത ഫീഹിം ഫസ്ബുത്. നീ ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവർക്കിടയിൽ ഒരു മരണമുണ്ടായാൽ നീ അവിടെ തന്നെ നിൽക്കണം. അവിടെ നിന്ന് എന്ത് ചെയ്യരുത്, രക്ഷപ്പെട്ടു പോരാൻ പാടില്ല എന്ന്, അഥവാ ഒഴിഞ്ഞു പോരാൻ പാടില്ല. ഇത് ആ സ്വഹാബിയോടുള്ള 7ാമത്തെ കൽപ്പനയാണ്. അതായത് പകർച്ചവ്യാധിയുള്ള നാട്ടിലേക്ക് പോകുന്നതും പകർച്ചവ്യാധിയുള്ള പ്രദേശത്തെ ആളുകൾ മറ്റു നാട്ടിലേക്ക് പോകുന്നതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, വിരോധിച്ചിട്ടുണ്ട്. ഈ വിഷയം കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
2 വർഷത്തെ അനുഭവത്തിലൂടെ പാഠം പഠിച്ചവരാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും. അഥവാ ഈ നിയമങ്ങൾ ഇപ്പൊ കൊറോണ വന്ന സമയത്ത് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ വരുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഷറഫാക്കപ്പെട്ട മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പഠിപ്പിക്കപ്പെട്ട നിയമമാണെന്ത്? ലോക്ക്ഡൌണും സാമൂഹികമായ അകലവും മാസ്കും കയ്യും വായും വൃത്തിയാക്കലും സാനിറ്റൈസും ഒക്കെ. നമ്മളത് ഹദീസൊന്നും പഠിച്ചില്ല. നാട്ടിലൊരു പ്രശ്നം വന്നപ്പോ ഗവൺമെന്റ് നിയമങ്ങൾ വെച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? അത് ഓരോന്നും പഠിക്കാൻ തുടങ്ങി. ഒരൊറ്റ സംഭവം മാത്രം പറയാം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് സിറിയയിലെ വസൂരി വ്യാപിക്കാൻ, 1 മാസത്തിനകം രോഗം ബാധിച്ച് 10,000 ആളുകളാണ് എന്ത് ചെയ്തത്? മരണപ്പെട്ടത്. 10,000-ഓളം ആളുകൾ. അമീറുൽ മുഅ്മിനീൻ ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അബൂ ഉബൈദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് വളരെ പ്രയാസം ഉണ്ടാക്കി. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖലീഫ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് അത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഈ സമുദായത്തിലെ വിശ്വസ്തൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ദീർഘകാലം അദ്ദേഹത്തിന്റെ സാന്നിധ്യവും സേവനവും മുസ്ലിം സമൂഹത്തിന് കിട്ടണം. അദ്ദേഹം എവിടെ ഉള്ളത്? അദ്ദേഹം സിറിയയിലാണ് ഉള്ളത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ സിറിയയിൽ നിന്ന് എന്ത് ചെയ്യണം? എവിടെ എത്തിക്കണം? കാരണം അവിടെ വസൂരി ബാധിച്ച് 10,000-ഓളം ആളുകളും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അബൂ ഉബൈദയെ ഈ ഉമ്മത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ രോഗം വരാൻ പാടില്ല. അപ്പൊ അദ്ദേഹത്തെ മടക്കി വിളിക്കാൻ വേണ്ടി വേറെ ചില കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു കത്തയക്കുന്നുണ്ട് അദ്ദേഹത്തിന്. കാരണം ഈ രോഗം കൊണ്ടാണെന്ത് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ ആര് വരൂല? അബൂ ഉബൈദ വരൂല. അപ്പൊ വേറെ ചില കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഈ ഉമ്മത്തിനുള്ള ആവശ്യം മനസ്സിലാക്കിയിട്ട് കത്തയച്ചു. ആ കത്ത് കിട്ടി. അദ്ദേഹം അതിന് തിരിച്ചു കൊടുക്കണ മറുപടി ഉണ്ട്. അദ്ദേഹം പറയാണ്, അമീറുൽ മുഅ്മിനീൻ, താങ്കൾക്ക് അല്ലാഹു പൊറുത്തരട്ടെ. അങ്ങയുടെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോ എവിടെ ഉള്ളത്? ഞാനിപ്പോ മുസ്ലിം സൈന്യത്തിന്റെ കൂടെയാണുള്ളത്. അവരെ വിട്ടിട്ട് പോരാൻ ഞാൻ എന്ത് ചെയ്യണില്ല? ഇഷ്ടപ്പെടുന്നില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്, നീ ഒരു ജനതക്കിടയിൽ ഉള്ള സമയത്ത് അവരിൽ ഒരു മരണം സംഭവിച്ചാൽ നീ അവിടെ തന്നെ നിൽക്കണമെന്നത് പ്രവാചകന്റെ കൽപ്പനയാണ്. അത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. കത്തിന് മറുപടിയൊക്കെയാണ്, അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനാൽ ഇവരിൽ അള്ളാഹുവിന്റെ വിധിയും കൽപ്പനയും നടപ്പാക്കുന്നത് വരെ എന്നെ ഈ നിർദ്ദേശത്തിൽ നിന്ന്, ഈ മടങ്ങി വരണമെന്ന ഈ ഒരു നിർദ്ദേശത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം. എന്റെ സൈന്യത്തോടൊപ്പം കഴിയാനാണ് ഞാൻ എന്ത് ചെയ്യണത്? ഇഷ്ടപ്പെടുന്നത് എന്നാണ്. ഈ കത്ത് വായിച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുന്നുണ്ട്. അപ്പൊ ചുറ്റും കൂടിയ സ്വഹാബാക്കൾ ചോദിക്കാണ്, അബൂ ഉബൈദ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടിട്ട്. അപ്പൊ ഉമർ പറയാണ്, അബൂ ഉബൈദ മരണപ്പെട്ടിട്ടില്ല, മരണം ആസന്നമായി കിടക്കാണ്. അഥവാ ഈ രോഗം വന്ന്, ഈ വസൂരി എന്ന ഈ രോഗം വന്നിട്ട് പ്രിയമുള്ളവർ ഈ ലോകത്തോട് വിട പറഞ്ഞ ഷഹീദാണ് ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഒരു സൈന്യത്തിന്റെ നായകനായ അബൂ ഉബൈദ എന്ന സ്വഹാബി പ്രിയമുള്ളവർ അവിടെ പുലർത്തിയ ഒരു സമീപനുണ്ട്. തൊട്ടു മുമ്പിൽ വസൂരി എന്ന രോഗം പടർന്ന് മരണം തന്റെ നേരെ വരികയാണ്. രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും കിട്ടി. ആരാ വിളിച്ചത്? ഖലീഫയാണ് വിളിക്കുന്നത്. രക്ഷപ്പെടാമായിരുന്നു, പോകാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ കൽപ്പന മനസ്സിലാക്കി തന്റെ സൈന്യത്തെ മരണത്തിലേക്ക് അയച്ചിട്ട് താൻ രക്ഷപ്പെടുന്നത് ശരിയല്ല എന്ന ബോധം, ആ ബോധാണ് അബൂ ഉബൈദയെ അവിടെ തന്നെ പിടിച്ചു നിർത്തിയത്.
ആ രോഗം ബാധിച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഷഹീദിന്റെ കൂലിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല ബനു ഇസ്രായേലിലേക്ക് അള്ളാഹു വയക്കപ്പെട്ടൊരു രോഗാണെന്ത്? പ്ലേഗ്. ഫൈദാ സമയത്തും ബിഹി ഫലാ തദ്ഖുലു അലൈഹി. അല്ലെ, ആ രോഗം ഇവിടെ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അതേപോലത്തെ മാരകമായ പടരുന്ന രോഗങ്ങൾ ഒരു നാട്ടിലുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ ആ നാട്ടിലേക്ക് നിങ്ങൾ പോവരുത്. ആ നാട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യരുത്? വേറെ നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പോരാനും പാടില്ല. അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുക. ഇവിടുന്ന് അങ്ങോട്ടുമില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടുമില്ല. അതാണ് ലോക്ക്ഡൗൺ. നമ്മളത് അല്ലെ കൃത്യമായി നമ്മളത് അനുഭവിച്ച ആളുകളാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, അത്തഊനു ഷഹാദത്തുൻ ലികുല്ലി മുസ്ലിം ഷഹീദ്. തൗഹീദുള്ള ഒരാള്, പ്രിയമുള്ളവരെ, ഈ രോഗം വന്ന്, പ്ലേഗ് പോലത്തെ രോഗം വന്ന് മരണപ്പെട്ടാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. ഷഹീദിന്റെ കൂലി അല്ലെ വേറെ ചില കാര്യങ്ങളിലും ഹദീസിൽ കാണാൻ പറ്റും. ഒന്ന് ഏഴെണ്ണം പറഞ്ഞു. അതിൽ പെട്ടതാണെന്ത്? ഒന്ന് അൽ മത്ഊൻ, അല്ലെ പ്ലേഗ് രോഗം ബാധിച്ചു മരിക്കുക. അതേപോലെ വൽ ഓരിഖു ഷഹീദുൻ, മുങ്ങി മരിക്കുക. അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗം കാരണം ഒരാളെന്ത് ചെയ്തു? മരണപ്പെടുക. അതേപോലെ തന്നെ വൽ മബ്തൂനു ഷഹീദുൻ എന്നാണ് ഉദരരോഗം, വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ ഷഹീദിന്റെ, ഇതൊക്കെ തൗഹീദ് വേണം. ഷഹീദിന്റെ കൂലിയാണ്. വസ്വാഹിബു അൽ ഹരീഖു ഷഹീദ്, തീ പൊള്ളലേറ്റ് മരിക്കുക. തീപ്പൊള്ളലേറ്റ് മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാണ്. വല്ലദീ യമൂതു തഹ്ത ഹദമി ഷഹീദുൻ, കെട്ടിടം തകർന്ന് അതിനടിയിൽപ്പെട്ട ഒരാള് മരണപ്പെട്ടാൽ ഇവർക്കൊക്കെ ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വൽ മർഅതു തമൂതു ബിജുംഇൻ ഷഹീദ്, ഗർഭസ്ഥ ശിശു മൂലം മരണപ്പെടുന്ന ഒരു സ്ത്രീ, അഥവാ വയറ്റിലെന്താണ് അല്ലെ കുഞ്ഞുണ്ട്, ആ ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രയാസം വന്ന് മരിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് എന്താണ്, ഗർഭിണിയായ ആ സ്ത്രീക്ക് ഷഹീദിന്റെ കൂലിയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ പ്രിയമുള്ളവർ, അടിസ്ഥാനം തൗഹീദൻ. അപ്പോൾ അത് കൃത്യമായി സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത്തരം മാരകമായ രോഗങ്ങൾ വരുന്ന സമയത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം. ഭയപ്പാടല്ല വേണ്ടത്, പ്രിയമുള്ള ജാഗ്രതയാണ് ആവശ്യം. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ മഴക്കാലമാണ്. അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവും ഉണ്ട്. നമ്മൾ കൃത്യമായൊരു ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണിക്കണം. കുടുംബത്തോട് ഒരു ജാഗ്രത പാലിക്കാനൊക്കെ എന്ത് ചെയ്യുക, അത് പറയാന്നുള്ളത് അത് ഗവൺമെന്റിന്റെ നിയമമല്ല, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഗവൺമെന്റ് നിയമം ഇറക്കുമ്പോൾ മാത്രങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ എന്നല്ല, വിശ്വാസികൾ ഈ ഒരു സമയത്ത് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവണം. ആ നിലക്കൊക്കെ നമ്മൾ ഇടപെടുക. അത്തഹൂറു ശത്റുൽ ഈമാൻ എന്ന് പറഞ്ഞത് ശുദ്ധി, അത് ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ത്? ശുദ്ധി. നമ്മുടെ വീടും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ റൂമും നമ്മുടെ ഓഫീസും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. അതൊരു ഈമാനിന്റെ അടയാളമാണ്, വിശ്വാസികളുടെ അടയാളമാണ്. ആ നിലക്ക് നമ്മൾ ഇടപെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഇടപെടുന്ന നല്ല വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഉപദേശങ്ങളൊക്കെ കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്ന നല്ല വിശ്വാസികളായി നമ്മൾ മാറുക.